ക്രൈസ്തവ സഭകളൊക്കെ തന്നെ വളരെ അനുകൂലമായൊരു തീരുമാനം യു ഡി എഫിന് അനുകൂലമായി എടുക്കുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോഴാണ് ഈ ജോസ് കെ മാണിയുടെ മൗനം നമുക്ക് കൂടുതൽ അർത്ഥവത്താണ് എന്ന് തോന്നിപ്പോവുക. ഇപ്പോൾ ജോസ് കെ മാണി നാട്ടിലില്ല, ഗൾഫ് നാടുകളുടെ സന്ദർശനത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ജോസ് കെ മാണി ഈ ഗൾഫിലേക്ക് യാത്ര നടത്തിയത് ഒരുപക്ഷെ ഇത്തരം ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയണം. കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ പൊട്ടിത്തെറിയായിരിക്കും അത് ഉണ്ടാക്കുക. സാധാരണക്കാരിലിടയിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നതിനേക്കാളും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം ലക്ഷ്യം വയ്ക്കുന്നൊരു മുന്നണിക്ക് ഈ അവമതിപ്പൊന്നും വലിയ കാര്യമായി പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരങ്ങൾ SKN UDF-ലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഭിന്നതയുണ്ട്. അത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ ഭൂരിപക്ഷ നേതാക്കളും തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷിയായി പരിഗണിക്കപ്പെടുന്ന UDF-ലേക്ക് മടങ്ങണം എന്ന അഭിപ്രായമാണ്. എന്നാൽ UDF-ലേക്ക് മടങ്ങുന്നതിനെ എതിർക്കുന്നത് മൂന്ന് ആളുകളാണ്. ഒന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, മറ്റൊന്ന് റാന്നി MLA പ്രമോദ് നാരായണൻ, മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ്. ഇങ്ങനെ 3 പേരാണ് ശക്തമായി ഈ UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനെ എതിർക്കുന്നത്. ബാക്കി ഏതാണ്ട് എല്ലാവരും തന്നെ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം UDF-ലേക്ക് മടങ്ങിപ്പോകണം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഈ 2 പ്രധാനപ്പെട്ട ആളുകളുടെ എതിർപ്പ് അവഗണിച്ച് മുന്നണി മാറ്റം സാധ്യമായാൽ അത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, പാർട്ടി പിളരുമോ എന്ന തരത്തിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ജോസ് കെ മാണിക്കുണ്ട്. ജോസ് കെ മാണിയുടെ മേൽ കടുത്ത സമ്മർദ്ദവും നേരത്തെ ദിലീപും മറ്റും സൂചിപ്പിച്ചതുപോലെ തന്നെ സാമുദായിക സംഘടനകളിൽ നിന്ന് പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിൽ നിന്നൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കത്തോലിക്ക സഭയുടെ സിറോ മലബാർ സഭയുടെ സിനഡ് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ സെയിൻറ് തോമസ് മൗണ്ടിലെത്തി അദ്ദേഹം മറ്റേ പ്രതിപക്ഷ നേതാവിൻ്റെ കാറും മറ്റും ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ എത്തി ചർച്ച വരെ നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ഈ കൂടിയാലോചനകളുടെയും ഇത്തരം സന്ധി സംഭാഷണങ്ങളുടെയും ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും പുറത്തുണ്ട്. ഇവിടെ ഭിന്നതയുണ്ടെങ്കിൽ ഭിന്നത മറികടക്കാൻ എങ്ങനെ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഒരു വിലങ്ങുതടിയായി കേരള കോൺഗ്രസ് മുന്നിലുള്ളത്. അതിൽ പ്രമോദ് നാരായണൻ്റെ എതിർപ്പല്ല അവർക്ക് തടസ്സം, മറിച്ച് മന്ത്രിയായ ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൽ ജലവിഭവ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ്റെ എതിർപ്പാണ് ജോസ് കെ മാണിയെ അലോസരപ്പെടുത്തുന്ന കാര്യം. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റും തമ്മിൽ കഴിഞ്ഞ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ഇടയിൽ വെച്ച് ചൂടേറിയ വാഗ്വാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. റോഷിയിൽ നിന്ന് ഇത്തരമൊരു സമീപനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഖേദപ്രകടനങ്ങളൊക്കെ ജോസ് കെ മാണി അടുത്ത വൃത്തങ്ങളോട് നടത്തിയതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണി 2 നിർണായകമായ ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അതിലൊന്ന് മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമാണ്. മറ്റൊന്ന് ഇന്നലത്തെ സത്യാഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമാണ്. ഈ 2 നീക്കങ്ങളും രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശാസൂചികയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. ഒരു വിവരം ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോബി പറയുന്നത് എന്ത് തീരുമാനമെടുത്താലും അത് ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണമെന്ന നിലപാടായിരിക്കും എന്ന് ജോസ് കെ മാണി പറയുന്നത്. ടോബി, ഇതിന്റെ സോഴ്സ് വിശ്വസനീയമാണോ അതോ ടോബിയുടെ നേരിട്ട് പറഞ്ഞാണോ? തീർച്ചയായിട്ടും വിശ്വസനീയമായ സോഴ്സ് തന്നെയാണ് SKN. യാതൊരു സംശയമില്ല. ഇത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടിയിൽ നടന്ന സംസാരത്തിന്റെ വിശദാംശങ്ങളാണ്. എന്തായാലും അതിൽ 2 തട്ടിൽ 2 അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ആർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ UDF-ലേക്ക് പോകണമെന്ന ഒരു വിഭാഗം നേതാക്കളും LDF-ൽ ഉറച്ചു നിൽക്കണമെന്ന ഒരു വിഭാഗം നേതാക്കളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജോസ് കെ മാണി പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു തീരുമാനമെടുത്താൽ ഇനിയൊരു പിളർപ്പുണ്ടാകരുത്, ഒറ്റക്കെട്ടായി തന്നെ നിന്നൊരു തീരുമാനമെടുക്കണമെന്നൊരു നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിയത്. UDF-ലേക്ക് പോയാലും LDF-ൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അത് ഒറ്റക്കെട്ടായിരിക്കണം, അതിലൊരു പിളർപ്പ് ഇനി ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്നും നേതാക്കൾക്ക് നൽകിയതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ UDF-ലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഒരു നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പിളർപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കാം. ഒരു വശത്ത് റോഷി അഗസ്റ്റിൻ അടിയുറച്ച് നിൽക്കുകയാണ്, LDF-നൊപ്പം നിൽക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. ഒപ്പം തന്നെ പ്രമോദ് നാരായണ പോലെയുള്ള MLA-മാരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് ജോബ് മൈക്കിളും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിരിങ്ങലും ഇവരുടെയൊക്കെ നിലപാടുകൾ നിർണായകമാണ്. എന്തായാലും വരുന്ന 16-ാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ചൊരു നിർണായക തീരുമാനമുണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ എന്ത് തീരുമാനമെടുത്താലും അത് ഒറ്റക്കെട്ടായി പാർട്ടിയിൽ പിളർപ്പില്ല എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കാനായിരിക്കും ജോസ് കെ മാണിയും കൂട്ടരും ശ്രമിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.